ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ കുറച്ച് ഭാഗങ്ങളായി അർജുന വിഷാദ യോഗയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറേശ്ശെയായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും ഒരു നോട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് എഴുതി അർത്ഥങ്ങളൊക്കെ എഴുതി മനസ്സിലാക്കി പഠിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള ഭാഗങ്ങളും കാണുക, പ്ലേലിസ്റ്റിലുണ്ട്. ഹരേ കൃഷ്ണ. 20ാമത്തെ ശ്ലോകം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപീധ്വജഃ പ്രവർത്തേ ശാസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യ മിതമാഹ മഹീപതേ. അർത്ഥം: അഥ അപ്പോൾ, വ്യവസ്ഥിതാൻ അണിനിരന്ന, ദൃഷ്ട്വ കണ്ടിട്ട്, ധാർത്തരാഷ്ട്രാൻ ദുര്യോധനാദികളെ, കപീധ്വജഃ കുരങ്ങ് അടയാളത്തോടുകൂടി, പ്രവർത്തേ ആരംഭിക്കാറായ, ശാസ്ത്ര സമ്പാദേ ആയുധപ്രയോഗം, ധനു വില്ല്, ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ച്, പാണ്ഡവ പാണ്ഡുപുത്രൻ, ഹൃഷികേശം കൃഷ്ണനോട് ശ്രീകൃഷ്ണനോട്, തഥാ അപ്പോൾ, വാക്യ വാക്കുകൾ, ഇദം ഇത്, ആഹ പറഞ്ഞു, മഹീപതേ രാജാവ്. ഹേ രാജാവേ, ആയുധപ്രയോഗം ആരംഭിക്കാറായ ഘട്ടത്തിൽ യുദ്ധസന്നദ്ധരായി നിലകൊണ്ട ദുര്യോധനാദികളെ കണ്ടിട്ട് കപീധ്വജനായ അർജുനൻ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഇതാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഹേ രാജാവേ എന്നിവിടെ ഉദ്ദേശിച്ചത് ധൃതരാഷ്ട്രരെയാണ്. കാരണം സഞ്ജയനാണ് ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധം ആരംഭിക്കാറായ ഈ ഘട്ടത്തിൽ ഇതുപോലെ അർജുനൻ ശ്രീകൃഷ്ണനോട് എന്തോ പറയാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പറയാൻ പോയതെന്ന് നമുക്ക് അടുത്ത വാക്യത്തിൽ പഠിക്കാം. അപ്പോൾ കപീധ്വജനായ അർജുനൻ, അത് ശ്രദ്ധിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രഥത്തിലാണ് അർജുനൻ യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്. പാർത്ഥസാരഥിയാണ്, ഭഗവാനാണ് തേരാളി. അപ്പോൾ ഭഗവാന്റെ രഥത്തിലാണ് വന്നിരിക്കുന്നത്. ഭഗവാന്റെ രഥത്തിൻ്റെ കൊടിയിൽ ആരാണുള്ളത്? ഹനുമാൻ സ്വാമിയാണ്. കുരങ്ങിൻ്റെ രൂപമാണുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് കപീധ്വജനായ അർജുനനെന്ന് പറയുന്നത്. ഇനി അടുത്ത വരി നോക്കാം. 21. അർജുന ഉവാച സേനയോരു ഭയോർമധ്യേ രഥം സ്ഥാപായ മേ അച്യുത. അർജുനൻ പറയുകയാണ്, ഹേ അച്യുത, എൻ്റെ തേര് രണ്ട് സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും, സേനയോ സേനയുടെ, ഉഭയോർ രണ്ടിൻ്റെയും, മധ്യേ രഥം രഥം മധ്യത്തിൽ, സ്ഥാപായ സ്ഥാപിച്ചാലും, മേ എൻ്റെ, അച്യുത അല്ലയോ അച്യുത. അപ്പോൾ അർജുനൻ പറയുകയാണ്, ഹേ അച്യുത, എൻ്റെ തേര് രണ്ട് സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും. 22. യാവദേതാ നിരീക്ഷേ അഹം യോധു കാമാനവസ്ഥിതാൻ കൈർമമയാ സഹ യോധവ്യമസ്മിൻ രണസമുദ്യമേ. യാവത് വൈൽ അല്ലെങ്കിൽ എന്നാൽ, ഏതാൻ ഇവരെ, നിരീക്ഷേ നോക്കിക്കാണുക, അഹം ഞാൻ, യോധു കാമാൻ യുദ്ധത്തിനാഗ്രഹിച്ച്, അവസ്ഥിതാൻ നിൽക്കുന്ന, കൈർ ആരോടെല്ലാം, മയ എനിക്ക്, സഹ സഹിതം, യോദ്ധവ്യം യുദ്ധം ചെയ്യേണ്ടത്, അസ്മിൻ ഇതിൽ, രണസമുദ്യമേ യുദ്ധത്തിന് മുമ്പ്. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ശ്രീകൃഷ്ണനോട് പറയുകയാണ്, ഹേ അച്യുത, എൻ്റെ തേര് രണ്ട് സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും, പിന്നെ പറയുകയാണ്, ഈ യുദ്ധോദ്യമത്തിൽ ആരോടെല്ലാമാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരിക? അപ്രകാരം യുദ്ധം ആഗ്രഹിച്ചു നിൽക്കുന്ന ഇവരെ എനിക്കൊന്ന് കാണാമല്ലോ.
ഇതാരോട് പറയുകയാണ്? അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. അപ്പം 21 22 വരികളിലെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹേ അച്യുത, എൻ്റെ തേര് 2 സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും ഈ യുദ്ധോദ്യമത്തിൽ ആരോടെല്ലാമാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരിക? അപ്രകാരം യുദ്ധത്തിന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഇവരെ എനിക്കെന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. 23 ശ്ലോകം. യോത്സ്യ മാനാനവേക്ഷ അഹം യ ഏതേ അത്ര സമാഗതഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവഃ. യോത്സ്യമാന യുദ്ധത്തിനായിക്കൊണ്ട, അപേക്ഷ നിരീക്ഷിക്കുക, അഹം ഞാൻ, യ ആര്, ഏതേ അവർ, അത്ര ഇവിടെ, സമാഗത കൂടിയിരിക്കുന്നവർ, ധാർത്ത രാഷ്ട്രസ്യ ധൃതരാഷ്ട്ര പുത്രന്മാർ, ദുർബുദ്ധേർ ദുഷിച്ച മനസ്സ്, യുദ്ധേ യുദ്ധത്തിൽ, പ്രിയ ചികീർഷവഃ സന്തോഷത്തിനായി. അർജുനൻ വീണ്ടും പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട്, ദുർബുദ്ധിയായ ദുര്യോധനൻ്റെ ഇഷ്ടം അനുവർത്തിപ്പാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് കൊതിച്ച് യുദ്ധത്തിനൊരുങ്ങി ഇവിടെ വന്നിരിക്കുന്ന അവരെ ഞാനൊന്ന് നല്ലവണ്ണം കാണട്ടെ എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. അതായത് തേര് 2 സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെയും ഞാൻ ആരോടൊക്കെയാണോ യുദ്ധം ചെയ്യാൻ പോകുന്നവരെയുമൊക്കെ നല്ലവണ്ണം ഞാനൊന്ന് കാണട്ടെ എന്നാണ് അർജുനൻ ഇവിടെ ഉദ്ദേശിച്ചത്. അർജുന വിഷാദ യോഗയിലെ 24 ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറയുകയാണ്, ഏവമുക്തോ ഹൃഷീകേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഏവം ഇപ്രകാരം, ഉക്തോ സംബോധന ചെയ്യുക, ഹൃഷീകേശോ ഹൃഷികേശൻ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗൂഢാകേശേന അർജുനൻ, ഭാരത ഭാരതവംശജൻ, സേനോയോർ സേനോയോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേനകൾക്ക്, ഉഭയോർ രണ്ടിലും, മധ്യേ മധ്യത്തിൽ, സ്ഥാപയിത്വ സ്ഥാപിച്ച്, രഥോത്തമം ഉത്തമമായ രഥം. അർജുനൻ ഇപ്രകാരം ഋഷികേശനോട് പറഞ്ഞപ്പോൾ ഋഷികേശൻ 2 സേനകളുടെയും മധ്യത്തിൽ ഉത്തമമായ ആ രഥം സ്ഥാപിച്ചു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്. അപ്പോൾ അർജുനൻ ഇവിടെ രഥം മധ്യത്തിൽ 2 സേനകളുടെയും മധ്യത്തിൽ നിർത്താനായിട്ട് ഭഗവാൻ കേശവനോട് പറയുന്നു. എന്തിനാണ് അങ്ങനെ രഥം നിർത്തുന്നതെന്ന് അർജുനൻ പറഞ്ഞതൊക്കെ നമ്മൾ മുമ്പത്തെ ശ്ലോകങ്ങൾ പഠിച്ചു. അങ്ങനെ അർജുനൻ്റെ വാക്കനുസരിച്ചിട്ട് ഭഗവാൻ 2 സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തിയെന്ന് ആ വിവരം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം അർജുനന് എന്ത് സംഭവിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തു പറഞ്ഞു കൊടുത്തു അർജുനനെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? എഴുതി വെച്ചിട്ടാണോ നിങ്ങളിതൊക്കെ പഠിക്കുന്നത്? മനസ്സിലാക്കുന്നുണ്ടോ? ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിട്ട് എന്നോട് പറയണം. അതുപോലെ നള ദമയന്തിയുടെ ബാക്കി ഭാഗം നമുക്ക് നാളെ ഇടാം. എല്ലാവരും കേൾക്കണം. അതുപോലെ തന്നെ നവരാത്രി തുടങ്ങുകയാണ് മാഘമാസത്തിലെ നാളെ മുതൽ. എല്ലാവരും ദുർഗാ സപ്തശ്ലോകി 9 ദിവസവും ജപിക്കണം. അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും നിങ്ങൾ ജപിക്കണം. അഖണ്ഡ നാമജപമൊക്കെ വളരെ നല്ലതാണ്. എപ്പോഴും ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഹരേ കൃഷ്ണ എന്ന മന്ത്രം അതാവുമ്പോൾ നമുക്ക് എപ്പോഴും ജപിക്കാവുന്ന കാര്യമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത് രാമനെ ആദ്യം പറയാം, അതല്ലെങ്കിൽ കൃഷ്ണനെ ആദ്യം പറയാം. അതൊക്കെ നമ്മുടെ സൗകര്യം. രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഒരേ ഒരു
ഭഗവാന്റെ അവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഈ നാമം നമുക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കാം. കാരണം പരിപാലകനാണ് ഭഗവാൻ. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ അനാവശ്യമായ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരികയില്ല. ജപം വളരെ നല്ലതാണ്. പരമാവധി സമയം ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിനൊക്കെ നല്ല ഒരു ബലവും ശക്തിയും ഒക്കെ കിട്ടും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായൊരു ശക്തിയും ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ ആലോചിക്കുക, ഭഗവാന്മാർ പോലും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, പോയിട്ടുള്ളത്, ഇപ്പോഴും പോകുന്നതെന്ന് ആലോചിക്കുക. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മാത്രം ഓർത്താൽ മതി. രാജാവായിരുന്നു, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു, നല്ലൊരു ഭാര്യയുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, സഹോദരനെ അച്ഛനെ പോലെ അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ സ്നേഹിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നു, ജ്യേഷ്ഠനെ അതുപോലെ ആയിരുന്നു അനുജന്മാർ സ്നേഹിച്ചിരുന്നത്, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. പക്ഷേ രാജ്യഭാരം കിട്ടിയപ്പോൾ അതിൻ്റേതായ മഹിമയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റേതായ ആ ഒരു സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ രാജ്യഭാരം കൈക്കൊണ്ട് മാതാപിതാക്കളോടും സഹോദരന്മാരോടും ഭാര്യയോടും മക്കളോടുമൊത്ത് അതനുഭവിക്കാനുള്ള യോഗം ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. കാട്ടിൽ പോയി വനവാസകാലം അവിടെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അതിനുശേഷം 14 വർഷത്തെ വനവാസകാലത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ വീണ്ടും രാജ്യഭാരം കിട്ടുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റേതായ സന്തോഷങ്ങൾ ഒരിക്കലും അവിടെയും കിട്ടിയിരുന്നില്ല എന്നോർക്കുക. കുട്ടികളുമായി പോലും ഭാര്യയും കുട്ടികളുമായി സന്തോഷമായി ജീവിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. അച്ഛൻ ആ സമയം ആയപ്പോഴേക്കും മരിച്ചു പോയിരുന്നു. അപ്പോൾ ഭഗവാന്മാർക്ക് പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് അദ്ദേഹം പോലും ജീവിച്ചത് എന്ന് നമ്മൾ ഓർക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എത്രത്തോളം നിസ്സാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ജപം ശീലമാക്കുക, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.